പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ആമേൻ ഫെബ്രുവരി മാസം 3-ാം തീയതി നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും 2-ാം ദിവസം ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ, ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചത് ഓർക്കുമ്പോൾ നമുക്ക് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താലോ. എല്ലാ കരങ്ങളും ഉയർത്തിയിട്ട് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നടത്തിയ വഴികളെ ഒന്ന് ഓർത്ത് നോക്കിക്കൊണ്ട്, ചുമ്മാതെ സ്തോത്രം പറയാതെ കഴിഞ്ഞ പകൽക്കാലത്തെ ഒന്ന് ഓർത്ത് നോക്കിയിട്ട് കർത്താവ് നടത്തിയതൊന്ന് ഓർത്തിട്ട് കർത്താവിന് കരം ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് കർത്താവ് അനുഗ്രഹിച്ചില്ലേ? അത് ദൈവത്തിൻ്റെ കൃപയെന്നല്ല. നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ദൈവകൃപ രാത്രിയിൽ നമ്മളെ സൂക്ഷിച്ചത് കർത്താവിൻ്റെ കൃപയായിരുന്നു. കരം ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ്, കർത്താവെ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങളെ സൂക്ഷിച്ചതിനായിട്ട്, സംരക്ഷിച്ചതിനായിട്ട്, അമ്മ നല്ല ഉറക്കം തന്നതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ എഴുന്നേൽപ്പിച്ച ദൈവകൃപയ്ക്കായിട്ട്. ഞാൻ ഉണർന്നതല്ല, കർത്താവ് എന്നെ ഉണർത്തിയതാണ്. ഞാൻ എഴുന്നേറ്റതല്ല, കർത്താവ് എന്നെ എഴുന്നേൽപ്പിച്ചത്. ആമേൻ. കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയ കൃപകൾക്കായിട്ട് സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തുന്ന കർത്താവിൻ്റെ സ്നേഹം ഓർക്കുമ്പോൾ നമുക്ക് കർത്താവിന് നന്ദി പറയാം. കരമുയർത്തിയിട്ട് പറയാം, കർത്താവെ അങ്ങനെ ഈ പകൽക്കാലം അത്ഭുതമായി നടത്തുന്നത് ഓർക്കുമ്പോൾ സ്തോത്രം ചെയ്യുന്നു. ആൽഫയായവൻ ഒമേഗയായവൻ, ആരംഭവും അവസാനവുമായവൻ, ആദിയിൽ തന്നെ അവസാനം അറിയുന്നവൻ, ഞങ്ങളെ ഇന്ന് കൈപിടിച്ച് ജയോത്സവമായി നടത്തുന്നത് ഓർത്ത് കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ വലിയ സ്നേഹം ഓർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ രക്ഷിച്ച സ്നേഹം ഓർക്കുമ്പോൾ സ്തോത്രം ചെയ്യുന്നു. പാപത്തിൻ്റെ ചേറ്റിൽ നിന്നും ഞങ്ങളെ വീണ്ടെടുത്തത് ഓർക്കുമ്പോൾ സ്തോത്രം. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചത് ഓർക്കുമ്പോൾ സ്തോത്രം. അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത് ഓർക്കുമ്പോൾ നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങെത്ര നല്ലവനാപ്പാ, അങ്ങെത്ര നല്ലവനാപ്പാ. ഞങ്ങളോടുള്ള അങ്ങയുടെ കരുണ വലുതാപ്പാ, ഞങ്ങളോടുള്ള അങ്ങയുടെ സ്നേഹം വലുതാപ്പാ. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നപ്പാ. അങ്ങയുടെ വാത്സല്യത്തിനായിട്ട് സ്തോത്രം, അങ്ങയുടെ സ്നേഹത്തിനായിട്ട് സ്തോത്രം അപ്പാ. അപ്പം ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. തൻ്റെ കുഞ്ഞുങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ പലതായിരിക്കാം. ഇന്ന് പ്രഭാതി അപ്പാ അങ്ങ് അത്ഭുതം ചെയ്യണമേ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവ്, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവൻ, തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം ചില മിറക്കിൾസ് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവരെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദിവസങ്ങളായി വയറിനകത്ത് വേദന അനുഭവപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, പൂർണ്ണാരോഗ്യം പ്രാപിക്കട്ടെ. പ്രത്യേകിച്ച് വയറിൻ്റെ അടിഭാഗത്ത്, ഇടത് സൈഡിൽ അടിഭാഗത്ത് വേദന അനുഭവിക്കുന്നവർ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യമാവുക, ആരോഗ്യം പ്രാപിക്കുക. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ദിവസങ്ങളായി മനസ്സ് ഭയങ്കരമായി ആകുലപ്പെട്ടിരിക്കുക. ചിന്തകൾ പല കാര്യങ്ങൾ ചിന്തിക്കുക. അയ്യോ, അങ്ങനെ വന്നാൽ എന്തായിത്തീരും, എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും എന്നൊക്കെയുള്ള ചിന്തകളിൽ ചിന്തകളാൽ പിടിക്കപ്പെട്ടിരിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ ചിന്തകൾ സൗഖ്യമാകട്ടെ. ഭയം മാറിപ്പോകട്ടെ, ഭീതികൾ മാറിപ്പോട്ടെ. മനസ്സിൽ കിടക്കുന്ന ഭയം യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. താങ്ക് യു ലോർഡ്. മനസ്സിൽ കിടക്കുന്ന ഭയം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ദൈവിക സ്വസ്ഥത ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തൻ്റെ മക്കളിലേക്ക് വരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, മറ്റ് പലവിധ ആവശ്യങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നവരുണ്ട്. കർത്താവിൻ്റെ കരം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീട്ടി അവരെ വിടുവിക്കണം. ഈ പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ 2-ാമത്തെ ദിവസം തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന അത്ഭുതത്തിനായിട്ട് നന്ദി പറയുന്നു. ദൈവിക വിടുതലിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ലോകത്തെമ്പാടും കർത്താവിന് വേല ചെയ്യുന്നവരെ ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു. അവരുടെ കൂടെ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. അവരുടെ യാത്രകളിൽ കൂടെ ഇരിക്കണം. കർത്താവ് അവരെ കരുതണം. അവരുടെ സകല ആവശ്യങ്ങളിലും അങ്ങയുടെ കൃപയുള്ളതിന് സ്തോത്രം. പ്രത്യേകിച്ച് നമ്മുടെ പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ 2-ാം ദിവസം പ്രാർത്ഥനയോടും ഉപവാസത്തോടുമായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ 2025 ഫെബ്രുവരി മാസം ഇവരുടെ ജീവിതത്തിൽ ഡിവൈൻ ആക്സിലറേഷൻ എക്സ്പീരിയൻസ് ചെയ്യുവാൻ സഹായിക്കണം. ഈ ഇയർ ഓഫ് ബ്ലെസ്സിങ്സിൽ ദൈവിക അനുഗ്രഹങ്ങൾ ഈ പ്രഭാതത്തിൽ ഈ കുഞ്ഞുങ്ങളുടെ മേൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു.
അവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. സകലത്തിലും വേഗതയുണ്ടാകട്ടെ, സകലത്തിലും വേഗതയുണ്ടാകട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപയും സമാധാനവും നിങ്ങളോടൊപ്പം ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ കർത്താവ് മറയ്ക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെ 2-ാം ദിവസമാണിന്ന്. ഇന്ന് വൈകിട്ട് കർത്താവ് അനുവദിച്ചാൽ ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. തക്ക സമയത്ത് നിങ്ങൾ പങ്കെടുത്താൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. ആമേൻ. ഇന്നലെ വായിച്ച വാക്യം തന്നെ നമുക്ക് വീണ്ടും വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ, അവർ അവനെ പടകിൽ കയറ്റുവാൻ ഇച്ഛിച്ചു. ഉടനെ പടക് അവൻ പോകുന്ന ദേശത്തേക്ക് എത്തിപ്പോയി. ഉടനെ പടക് പോകുന്ന ദേശത്തേക്ക് എത്തിപ്പോയി. ആമേൻ, ആമേൻ. സാധാരണഗതിയിൽ പടക് അവരുദ്ദേശിച്ച ദേശത്തെത്തുന്നതിന് ഒരു സമയമുണ്ട്, അതിനകത്തൊരു അധ്വാനമുണ്ട്. എന്നാൽ ദൈവിക ഇടപെടൽ സംഭവിച്ചപ്പോൾ അവിടെ ഒരു ഡിവൈൻ ആക്സലറേഷൻ സംഭവിച്ചു. മനുഷ്യൻ്റെ ഇടപെടലിൻ്റെ ആവശ്യമുണ്ടായില്ല. നാച്ചുറലായിട്ടുള്ള സമയവുമായിട്ടൊരു ബന്ധമില്ലാതെ ദൈവിക സമയം അവിടെ പ്രവർത്തിച്ചു. അങ്ങനെ അവർ എത്തേണ്ട സ്ഥലത്ത് നേരത്തെ വേഗത്തിലെത്തിപ്പോയി. ഇതുപോലെ 2025 ഫെബ്രുവരി മാസം നിങ്ങളുടെ ജീവിതത്തിലും ഹ്യൂമൻ എഫോർട്ടുകളില്ലാതെ, മാനുഷിക ഇടപെടലുകളില്ലാതെ, നാച്ചുറൽ ടൈമിന് അതീതമായ ദൈവിക ഇടപെടലുകൾ സംഭവിക്കട്ടെ. കാനായിലെ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞായതെങ്ങനെ? ഇതുപോലെ തന്നെയാണ്. ആമേൻ. വെള്ളം വീഞ്ഞായതെങ്ങനെ? വെള്ളം വീഞ്ഞാകാൻ മാസങ്ങൾ എടുക്കും. നല്ല വീഞ്ഞുണ്ടാകണമെങ്കിൽ മാസങ്ങൾ മുന്തിരിങ്ങ സൂക്ഷിച്ചു വെക്കുമ്പോഴാണ് അതിനകത്ത് പല ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഏറ്റവും നല്ല വീഞ്ഞായി മാറുന്നത്. എന്നാൽ നമുക്കറിയാം, ദൈവിക ഇടപെടൽ സംഭവിച്ചപ്പോൾ മാസങ്ങൾ കാത്തിരിക്കേണ്ട വന്നില്ല. നിമിഷങ്ങൾക്കുള്ളിൽ നാച്ചുറൽ ടൈം സോണിനപ്പുറത്ത് ദൈവിക സമയവും ദൈവിക ഇടപെടലും വന്നപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? വേഗത്തിൽ പെട്ടെന്ന് വെള്ളം വീഞ്ഞായി തീർന്നു. ഇതുപോലെ തന്നെ വിശ്വസിക്കുക, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വന്നതുകൊണ്ട് ഇതുപോലുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കും. കഥാ പറഞ്ഞ്, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകണം. എങ്ങനെ സാക്ഷികളാകാൻ പറ്റും? അതും ദൈവിക ഇടപെടൽ വരുമ്പോൾ വേഗതകൾ വർദ്ധിക്കും. ഈ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന സീസണിൽ നമ്മൾ വിശ്വസിക്കുന്നത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ തന്നെ കർത്താവിൻ്റെ മടങ്ങി വരവുണ്ടാകും. അങ്ങനെയെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, വിശ്വാസത്താൽ ഈ ഡിവൈൻ ആക്സിലറേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ആക്ടിവേറ്റ് ചെയ്യണം. പറയണം, എൻ്റെ വേഗത വർദ്ധിക്കുകയാണ്, ഞാൻ ചെയ്യുന്ന സകലത്തിലും വേഗത വർദ്ധിക്കാൻ പോവുകയാണ്. ദൈവിക ഇടപെടൽ സംഭവിക്കുമ്പോൾ വേഗത വർദ്ധിക്കും. ഇന്നലെ നമ്മൾ കേട്ടിരുന്നു, ഏലിയാവിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരം വന്നപ്പോൾ ആഹാബിൻ്റെ രഥത്തിൻ്റെ മുമ്പേ ഓടി വേഗത്തിൽ ചെല്ലുവാനിട വന്നു. ഹല്ലേലൂയ. യാക്കോബ് വേട്ട തേടി പോയപ്പോൾ ദൈവം യാക്കോബിനെ സഹായിച്ചപ്പോൾ വേട്ട തേടി സമയം ചെലവഴിക്കേണ്ട വന്നില്ല. അതിനു മുമ്പ് തന്നെ വേട്ടമൃഗം നേരെ വരുവാനിട വന്നു. ഇതുപോലെ തന്നെ 2025 ഫെബ്രുവരി വിശ്വാസത്താൽ സ്വീകരിക്കുക. വേഗത വർദ്ധിക്കുന്നു. എല്ലാവരും ചെയ്യുന്നതിന് ഒരു നാച്ചുറൽ ടൈമിംഗ് ഉണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ പൈതലെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുമ്പോൾ നിങ്ങളുടെ മേൽ ലഭിച്ചിരിക്കുന്നത് സാധാരണ ശക്തിയല്ല, ദൈവത്തിൻ്റെ ശക്തിയാണ്. ആ ദൈവത്തിൻ്റെ ശക്തിയാൽ സാധാരണ കാര്യങ്ങളല്ല ചെയ്യാൻ പോകുന്നത്, സാധാരണ രീതിയിലല്ല ചെയ്യാൻ പോകുന്നത്. അസാധാരണ കാര്യങ്ങൾ അസാധാരണമായ വേഗത്തിൽ യേശുവിൻ നാമത്തിൽ സംഭവിക്കുക. ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് ആത്മാവ് കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക് വേഗത്തിൽ പോയെന്ന് തിരുവെഴുത്തി വായിക്കുന്നെങ്കിൽ അതുപോലെ ചില കാര്യങ്ങൾ വേഗത്തിൽ ഈ ദിവസങ്ങളിൽ സംഭവിക്കട്ടെ. ദൈവസഭ വേഗത്തിൽ വളരട്ടെ. തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഏത് വിഷയത്തിൽ ഡിലേസ് വന്നിരിക്കുന്നു, താമസങ്ങൾ വന്നിരിക്കുന്നു, അതെല്ലാം മാറി കാര്യങ്ങൾ വേഗത്തിൽ യേശുവിൻ നാമത്തിൽ സംഭവിക്കുന്ന ഒരു സീസണായി ഇത് മാറട്ടെ. ദൈവിക അനുഗ്രഹം വേഗത്തിൽ മാനിഫെസ്റ്റ് ചെയ്യട്ടെ. സഭകൾ വേഗത്തിൽ വളരട്ടെ. ഹല്ലേലൂയ. ഞങ്ങൾ വിശ്വാസക്കണ്ണാൽ ആ ദൈവിക വേഗതയെ കാണുന്നു. വിശ്വാസക്കണ്ണാൽ ഞങ്ങൾ ദൈവിക വേഗതയെ കാണുന്നു. വിശ്വാസത്താൽ ദൈവിക വേഗതയെ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഓ സ്തോത്രം, 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 സ്തോത്രം. വിശ്വാസത്താൽ ഞങ്ങൾ ദൈവിക വേഗതയെ ആക്ടിവേറ്റ് ചെയ്യുന്നു. എല്ലാ താമസങ്ങളും മാറി വേഗത്തിൽ കാര്യങ്ങൾ നടക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിക്കുന്നു. ഈ കുഞ്ഞുങ്ങളെ ഒരു പ്രാവശ്യം കൂടെ ഈ പുതിയ മാസം അനുഗ്രഹിക്കുക. ഇവരുടെ ജീവിതത്തിൽ ഈ ഡിവൈൻ ആക്സലറേഷൻ എല്ലാ മേഖലയിലും ആക്ടിവേറ്റഡ് ആകട്ടെ. നാച്ചുറൽ ടൈമിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ടൈം സോണിൽ ഇവർ ജീവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ മാസം ഡിവൈൻ ആക്സലറേഷൻ്റെ മാസമാണ്. വിശ്വസിക്കണം. എല്ലാത്തിലും ഒരു വേഗത നിങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവ് അയച്ചിരിക്കുന്നു. താങ്ക് യു ലോർഡ്. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സാധിക്കുമെങ്കിൽ മെസ്സേജുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേൾക്കേണ്ട വൈകിട്ട് തക്ക സമയത്ത് ജോയിൻ ചെയ്യുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തിലെ മണൽത്തരി പോലെയും വേഗത്തിൽ വർദ്ധിച്ചു വരും. Amen. We are blessed. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.